ഫെലോഷിപ്പിലെ ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ സ്ഥാപന സഭ വിശ്വാസികളുടെ ആഗ്രഹവും പ്രാർത്ഥനയും അനുസരിച്ച് ദൈവികമായ വാഗ്ദത്തങ്ങളുടെ ഫലമായി അവരുടെ ജീവിതത്തിൽ കർത്താവ് നൽകിയ ദർശനങ്ങളെ പൂർത്തീകരിക്കുന്ന ഒരു ദിവസത്തിൽ എനിക്ക് ബ്രിസ്റ്റോളിൽ കടന്നു വരുവാൻ സൗത്ത് വെസ്റ്റിലും ബേസിലും പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിക്ടറി ദൈവസഭയുടെ ബന്ധത്തിൽ പ്രവർത്തിക്കുന്ന ശുശ്രൂഷ നിലയിൽ ഇനി കടന്നു പോകുന്ന വാക്കുകൾ ആശംസാവാചകങ്ങളായി പറയുവാൻ ദൈവം നൽകിയിരിക്കുന്ന ഈ അവസരങ്ങൾക്കായി കർത്താവ് സ്തോത്രം ചെയ്യും. ബൈബിളിനെ സംബന്ധിച്ച് എപ്പോഴും എവിടെയും ആശംസ പറയുകയാണെങ്കിൽ നമ്മുടെ പ്രചോദനം നമ്മൾ പ്രസംഗിക്കുന്നതെല്ലാം ബൈബിൾ ഉള്ളതുകൊണ്ടാണ്, നമ്മൾ ജീവിക്കുന്നത് ബൈബിൾ ഉള്ളതുകൊണ്ടാണ്. ദാവീദിന്റെ സന്തതിയായി മരിച്ചിട്ട് അടക്കപ്പെട്ട് ഉയർത്തെഴുന്ന യേശു ക്രിസ്തു അത് സുവിശേഷമാണ്, അത് ഗോസ്പലാണ്, അത് ശുദ്ധ സത്യ വേദപുസ്തകമാണ്. ഈ വേദപുസ്തകം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വെക്കേഷൻ നാട്ടിൽ പോയപ്പോൾ ഒരു വലിയ ബൈബിൾ കൊടുക്കുള്ളൂ. ഇത് നമ്മൾ സാധാരണയായിട്ട് ബൈബിൾ ഏറ്റവും ചെറിയ ബൈബിളാണ് നമ്മൾ കളക്ട് ചെയ്യാറുള്ളത്. യാത്ര ചെയ്യുമ്പോൾ ഉപയോഗിക്കുവാനൊക്കെ നമ്മൾ ചെറിയ ഒരു വസ്തു നമ്മൾ ഒരു ബൈബിൾ നമ്മളെടുത്ത് നമ്മുടെ ആവശ്യങ്ങൾക്ക് ദേവദാസൻ പറയുന്ന പോലെ നാട്ടിൽ പോയപ്പോൾ ബൈബിൾ വാങ്ങുവാൻ വേണ്ടി ഷോപ്പിൽ ചെന്നപ്പോൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷങ്ങൾ ബൈബിളിൽ ചെറിയ ബൈബിളിൽ കിട്ടുന്നുണ്ട്. എന്നോട് ശുദ്ധാത്മാവ് പറഞ്ഞു, യൂറോപ്പിൽ സുവിശേഷ വേല ചെയ്യുവാൻ പ്രവർത്തനത്തിനായി ചുമതല കേൾക്കണം, നീ ഒരു കാര്യം ചെയ്യണം, ഇതൊരു നല്ല ബൈബിൾ, വലിയ ബൈബിൾ എടുത്ത് ഈ ബൈബിളിൽ ചുമന്ന് നടക്കുന്ന രണ്ടുപേരും കാണട്ടെ. സത്യവേദ പുസ്തകം പറയുവാൻ അവസരം കിട്ടിയില്ലെങ്കിൽ സത്യവേദ പുസ്തകം കവർ കാണുമ്പോൾ മനസ്സിലാകും ഇത് വേദപുസ്തകമാണ്. ഈ വേദപുസ്തകമാണ് നമ്മളെ യൂറോപ്പിൽ കൊണ്ടുവന്നത്. ആ കാലകാലങ്ങളായി ദൈവദാസന്മാർ ആലോചനകൾ നൽകിക്കൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങളെ പുരോഗമിപ്പിക്കുവാൻ ദൈവദാസന്മാർക്ക് ഓരോ കാലവും ദർശനങ്ങൾ കർത്താവ് കൊടുക്കാറുണ്ട്. ശരിയിൽ പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസന്മാരുടെ ദർശനം കിട്ടിയതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. പ്രധാനമായും ബൈബിൾ സൊസൈറ്റി ഫീൽഡിയുടെ അവസരങ്ങളിൽ ഞാൻ കണ്ണൂർ ജില്ലയിൽ ബ്രാഞ്ച് സെക്രട്ടറിയായി പ്രവർത്തിച്ചു. കർണാടകയിലും പാലക്കാട് മുതൽ കാസർഗോഡിലുള്ള സകല ഗ്രാമങ്ങളിലുമുള്ള വീടുകളിൽ ഒരു ബൈബിൾ എത്തിക്കണമെന്ന ദർശനം ഞങ്ങൾക്ക് ആ കാലങ്ങളിൽ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. പലപ്പോഴും ബൈബിൾ എത്തിയതിനു ശേഷം ബൈബിൾ പിന്നെ ചാക്ലേറ്റിന്റെയോ ഏതെങ്കിലും പുസ്തക ശേഖരത്തിന്റെ മൂലകളിൽ കോണുകളിൽ കാണുവാൻ കഴിയുമായിരുന്നു. എന്നാൽ ഈ ഒരു സത്യം ഞാൻ ദാസനിലൂടെ കണ്ടപ്പോൾ എനിക്ക് അല്പം കൂടെ പ്രയോജനം തോന്നി. വീടുകളിലെ കോണുകളിൽ സൃഷ്ടിപ്പിക്കേണ്ട ആവശ്യകതയില്ല. കാറിലും നമ്മുടെ ഏറ്റവും മോഡേൺ ടെക്നോളജിയായ നമ്മുടെ കാറുകളിലോ ടേപ്പുകളിലോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം പോകുന്ന വഴിയാത്രകളിലും ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ കഴിയുന്ന ഈശ്വരമാണ്. വചനം പറയുന്നത് ലോകാവസാനം വരുമ്പോൾ സകല നാവും ഈ സുവിശേഷം കേൾക്കണം, സകല കോണുകളും ഈ സുവിശേഷം കേൾക്കണം, സകല ഗ്രാമങ്ങളും ഈ സുവിശേഷം കേൾക്കണം. അതിന് കാരണമായി തീരുന്ന ഒരു പ്രവർത്തനമായി, ഒരു വാഗ്ദത്തമായി, ഒരു പ്രോമിസായി, ഒരു അടയാളമായി എന്നെയും നിങ്ങളെയും ഈ നിലയിൽ ആക്കിയെടുത്ത ദൈവത്തിന്റെ വിലയേറിയ വചനം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ദൈവത്തെ ഉയർത്തുവാൻ CD-യിലൂടെ വിവിധ മാധ്യമങ്ങളിലൂടെ ഈ നിലയിൽ ഒരു ക്രമീകരണം ചെയ്യുവാൻ ഈ പറയപ്പെട്ട നിലകളിൽ ഇവിടെയുള്ള കർത്താവിന്റെ ദാസനെ ഉപയോഗിച്ചു എന്നതിൽ വളരെ സന്തോഷമുണ്ട്. ദൈവം തന്നെയും ഈ പ്രവർത്തനത്തെ ഇന്ന് പ്രകാശനം ചെയ്യുന്ന ഈ CD അനേക ജനഹൃദയങ്ങളിൽ ദൈവത്തിന്റെ യഥാർത്ഥ ശക്തിയുടെ വചനമായി ക്രിയ ചെയ്യുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് ആശംസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ ഇസ്രായേൽ ആനന്ദിക്കുകയും യാക്കോബ് സന്തോഷിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി ഈ നിലകളിൽ മാറ്റി ദേശത്തെ അനുഗ്രഹിക്കട്ടെ. എന്റെ കൈകളുടെ പ്രവർത്തികളെയും ഇങ്ങനെയുള്ള ശുശ്രൂഷകളെയും ആദരിക്കുമാറാകട്ടെ. എന്റെ പേര് ജോർജ് ഡാനിയൽ. ഞാൻ ദുബായിൽ ചില വർഷങ്ങളായി കർത്താവിന്റെ വേലയിൽ ആയിരിക്കുന്നു. ഈ ജൂണിന് മുംബൈ ഞങ്ങൾ നാട്ടിലേക്ക് കടന്നുപോയി. അടൂർ എന്റെ സ്വദേശമായ പന്തുവഴിയോട് ചേർന്ന അടൂർ പ്രദേശത്ത് കർത്താവിന്റെ വെള്ളബന്ധത്തിൽ അയ്യപ്പാൻ ആഗ്രഹിച്ച് അവിടെയുള്ള ക്രമീകരണങ്ങൾ ചെയ്ത് ഒരു പ്രവർത്തനം ആരംഭിച്ചു. ചില ആഴ്ചകളായി അവിടെ ആരാധന നടന്നു വരുന്നു. ആകയാൽ ദുബൈ നടന്നു വരുന്ന ബെഥനി പെന്തക്കോസ്റ്റ് അസംബ്ലി എന്ന പേരിൽ ഞങ്ങൾ അറിയപ്പെടുന്ന ആ സഭയുടെയും നാട്ടിലിപ്പോൾ ചർച്ചോടുമായി ബന്ധപ്പെട്ട് നടന്നു വരുന്ന ആ സഭയുടെയും പേരിൽ എന്റെ സകലവിധ ആശംസ ദേവദാസൻ പറഞ്ഞപ്പോൾ എൻ്റെ
മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ അതിൽ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അന്ത്യകാലത്ത് ഈ സുവിശേഷം ലോകത്തിൻ്റെ സകല മേഖലകളിലും അറ്റത്തോളം പ്രസംഗിക്കപ്പെടും. അതിനുശേഷം അവസാനം. ഇന്ന് നമ്മൾ ഭയപ്പെടുന്നത് ഭൂകമ്പം ഉണ്ടാകുമ്പോഴും ദാരിദ്ര്യം ഉണ്ടാകുമ്പോഴും വലിയ കലാപം ഉണ്ടാകുമ്പോഴും ലോകത്തിൻ്റെ അവസാനം സംഭവിക്കുന്നു എന്നാണ് വിശ്വാസികൾ ധരിച്ചിരിക്കുന്നത്. അത് അവിശ്വാസികൾക്കുള്ള അടയാളമാണ്. വിശ്വാസികൾ ചിന്തിക്കേണ്ടത് ഈ വചനം ലോകത്തിൻ്റെ അറ്റത്തോളം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു, അവിടെ നമ്മൾ ഇത് ലോകത്തിൻ്റെ അവസാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുള്ളത് ധരിച്ചു. അപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, നവീനങ്ങളായ മാർഗങ്ങളിലൂടെ ഇന്ന് സുവിശേഷം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രചരിക്കും. കാരണം പൈശാചിക ശക്തികൾ ഏറ്റവും നൂതനമായ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. 3 വർഷം മുൻപ് നമുക്കറിയാം, ഡാവിഞ്ചി കോഡ് എന്ന് പറയുന്ന ഒരു സിനിമ പിശാച് പൊക്കിയെടുത്ത് കൊണ്ടുവന്നു. അത് ചരിത്രത്തിൻ്റെ സഹായം നേടിയായി. അതിനുശേഷം കഴിഞ്ഞ വർഷം യേശുക്രിസ്തുവിൻ്റെ ശവക്കല്ലറയിൽ നിന്നും ക്രിസ്തുവിൻ്റെ പറയപ്പെടുന്ന തലയോട്ടി കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡോക്യുമെൻ്ററി ഇറങ്ങി. അതും ചരിത്രത്തിൻ്റെയും ഗർഭഗവേഷണത്തിൻ്റെയും തെളിവുകളോടുകൂടിയായിരുന്നു. ഈ അടുത്ത വർഷം ഹോളിവുഡ് ഇറങ്ങാൻ പോകുന്ന ഒരു സിനിമയെക്കുറിച്ചുള്ള ഒരു അറിവ് കിട്ടി. അത് നഷ്ടപ്പെട്ട സുവിശേഷ കാലഘട്ടങ്ങൾ, അതായത് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ 12 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള 18 വർഷക്കാലം കർത്താവ് എവിടെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണം ഒരു ഹോളിവുഡ് സംവിധായകൻ കണ്ടെത്തി. അതിന് അദ്ദേഹം കണ്ടെത്തിയ വഴി കാശ്മീരിലെ അഹമ്മദിയ മുസ്ലിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ഒരു ശവക്കല്ലറയുണ്ട്. അപ്പോൾ കർത്താവ് ഇസ്രായേലിൽ നിന്നും സിറിയ വഴി, ഇന്നത്തെ ഇറാൻ വഴി, അഫ്ഗാനിസ്ഥാൻ വഴി കാശ്മീരിൽ വന്നു എന്നും അങ്ങനെ അവിടെ വിവാഹിതനായി ജീവിച്ച് ശ്രീബുദ്ധനിൽ നിന്ന് സഹനത്തെക്കുറിച്ചും ഹൈന്ദവ സന്യാസിമാരിൽ നിന്ന് മറ്റുവിധ ക്രിസ്തീയ ആശയങ്ങളും പഠിച്ച് തിരിച്ച് ഇസ്രായേലിൽ ചെന്ന് താൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞുവെന്നും അവർ അവതരിപ്പിച്ചിരിക്കുന്ന ഹിന്ദുയിസം പ്രചരിപ്പിക്കുന്ന തത്വമസി, അതായത് അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം അത് നീ തന്നെയാകും. യേശുക്രിസ്തു പറഞ്ഞു, ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അവതരിപ്പിച്ചത് ഹൈന്ദവികതയുടെ തത്വമസിയാണെന്നും ഈ ആശയങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സിനിമ അടുത്ത വർഷം ഇറങ്ങാൻ പോകും. അപ്പോൾ പൈശാചിക ശക്തികൾ എപ്പോഴും നൂതനമായ മാർഗങ്ങളിലൂടെ വിശ്വാസിയെ വിശ്വാസത്തിൽ അകറ്റാനും പുതുതായിട്ട് ആരും കടന്നു വരാതിരിക്കാനും ശക്തമായ വേരുകൾ കിട്ടുമ്പോൾ ദൈവജനം സുവിശേഷത്തെ എല്ലാ മേഖലകളിലും നൂതനങ്ങളായ മാർഗങ്ങളിലൂടെ ലോകത്ത് പ്രചരിപ്പിക്കുവാനായിട്ട് എപ്പോഴും ബദ്ധശ്രദ്ധയോടെ ആയിരിക്കും. അത്തരമൊരു സംരംഭമാണ് കർത്താവിന്റെ ദാസൻ കിട്ടിയിരിക്കുന്ന ദർശനപ്രകാരം ഈ ദൈവവചനം CD-യിലാക്കി അനേകർക്ക് കേൾക്കുവാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. ഇത്രയും വലിയൊരു സംരംഭത്തിന് കർത്താവിന്റെ ദർശനത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അതുപോലെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവങ്ങൾക്ക് എല്ലാവരും ഇതിൻ്റെ ഒരു കോപ്പി വാങ്ങണം. സാധിക്കുമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സമയമാണ് ഇത്. ശ്രീ പ്രകാശനത്തിന് വേണ്ടി കടന്നു വന്നിരിക്കുന്ന കഥാദാസൻ തന്നെയാണ് ഫസ്റ്റ് ജോൺ മാർക്ക്. അത് മേടിക്കുവാനായിട്ട് ഞാൻ കുറേ കാലങ്ങളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ് ഇത് കയ്യിലേക്ക് മേടിക്കേണ്ടതെന്നുള്ളത്. സോ മകനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്താണ് കർത്താവ് പല തവണയായിട്ട് പലരും എന്നോട് പറയുന്നുണ്ട്, ന്യൂ കാസിൽ വന്ന സ്ഥലത്തൊരു ഓഷ്യങ്ങളുണ്ട്, വിളിക്കണം പല തവണയായിട്ട് എന്നോട് പറയാം. പക്ഷേ എനിക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല. എന്നാൽ 2 ആഴ്ച മുമ്പേ ഞാൻ നമ്മളുമായിട്ട് സംസാരിക്കുവാനും I think you are here from is it 30 years or 35 years you are here 1959 തൊട്ട് യുകെയിലുള്ള അപ്പോൾ ഞാൻ സംസാരിക്കുകയും എനിക്ക് ഹൃദയത്തിൽ ഭയങ്കര ഒരു ദൈവാത്മാവിനെ ശക്തമായിട്ട് അറിയിച്ചു. അങ്ങൾ തന്നെ അത് മേടിക്കണമെന്നുള്ളത് ഇങ്ങനെ അറിയിച്ചു. അപ്പോൾ ഞാൻ ഈ വിഷയങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് അങ്ങനെ വിളിച്ച് പറഞ്ഞു, സോറി എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എനിക്ക് വളരെ പ്രയാസമുണ്ട് ശാരീരമായിട്ട്, അതുകൊണ്ട് വരാൻ പറ്റും. ഞാൻ ശക്തമായിട്ട് അവരുടെ ദൈവങ്ങളെ ഞാൻ പറഞ്ഞ കർത്താവെ അങ്ങ് ഐക്യമാറാകണമേ, അങ്ങനെ അറിയിച്ചെങ്കിൽ അങ്ങ് ഐക്യമാറാകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനിടയിൽ തീർന്നതിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ മധ്യയെ അയച്ചതായി ഇത്രത്തോളം കർത്താവ് നമ്മെ സഹായിച്ചതോ പ്രൈസലോട് പ്രകാശനത്തിന് വേണ്ടി സമയത്ത് വേർതിരിക്കുന്നു. കർത്താവ് ദാസന്മാരെല്ലാവരും കടന്നു വരും. സ്തോത്രം. പ്രത്യേകിച്ച് ഫസ്റ്റ് ജോൺ മാർക്ക്, പിന്നെ അതോടുകൂടി ബ്രദർ ജോർജ് കൂടി എല്ലാവരും രണ്ടുപേരും മുന്നോട്ട് കടന്നു. പ്ലീസ് സ്തോത്രം. എല്ലാവരും എഴുന്നേറ്റ് ഒരു നിമിഷം എഴുന്നേറ്റ് നമുക്ക് ശ്രീ പ്രകാശനത്തിന് വേണ്ടി സമയം. ഈ സംരംഭത്തിൽ പങ്കുചേരുവാൻ കർത്താവ് നൽകിയിരുന്ന വിലപ്പെട്ട അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ ടി വി വാസായി അവർ
കർത്താവിദാസൻ പി.വി. ആസാദ് അമേരിക്കൻ ഐക്യനാട്ടിൽ ആദ്യം പോയ സമയത്ത് എൻ്റെ കഴുത്തിൽ ഒരു പ്ലാക്കാർഡ് എഴുതിയിട്ട് ഐ ഡോണ്ട് നോ ഇംഗ്ലീഷ് എന്ന് എഴുതിയിട്ടിട്ട് പ്ലെയിനിൽ നിന്ന് ഇറങ്ങിയ സമയം മുതൽ ഇമിഗ്രേഷൻ ഓഫീസിൽ പോകുന്നവരെ ഈ വേദപുസ്തകം ഇങ്ങനെ ചുമന്നുകൊണ്ട് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോയതായിട്ട് കേൾക്കാറുണ്ട്. അപ്പോൾ ഇത് കണ്ടതായ ഇമിഗ്രേഷൻ ഓഫീസേഴ്സ് എല്ലാം വളരെ രസകരമായിട്ട് എന്താണ് ചോദിച്ചത്. ഈ ഇംഗ്ലീഷ് അറിയപ്പെടുന്ന നേരത്തെ എഴുതിയിട്ടുള്ളതുകൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരാളെ വിളിച്ച സമയത്ത് പറഞ്ഞു, എൻ്റെ ജാതിയിൽപ്പെട്ടവരും എൻ്റെ സമകാലികരും ഇന്ന് നാട്ടുപുറത്ത് പ്രേക്ഷകർ കോഴിക്കോട് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നറിയാതെ ഞാൻ എൻ്റെ രാജ്യത്ത് വരാൻ കാരണമായത് ഈ വേദപുസ്തകം. ഇന്ന് ഞാൻ അനേക രാജ്യങ്ങളിൽ കടന്നുപോയിട്ട് ഈ സുവിശേഷം പ്രസംഗിക്കുവാൻ കാരണമായത് എൻ്റെ ജീവിതത്തെ ആകമാനം വ്യത്യാസപ്പെടുത്തിയത് ഈ വേദപുസ്തകമാണ്. നമ്മുടെ ഓരോ കുടുംബത്തിലും ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും വ്യത്യാസം നൽകുവാൻ എന്നും ദൈവത്തിൻ്റെ അത്രയും ശക്തിയോടെ തന്നെ ജീവിക്കുന്നതായ ഒരു മൂല്യനിധിയാണ് ദൈവത്തിൻ്റെ വേദപുസ്തകം. ഇന്ത്യൻ ഭാഷകളിൽ എൻ്റെ വിശ്വാസം അനുസരിച്ച് ഏറ്റവും കൂടുതൽ ബൈബിൾ വായിക്കുന്ന ഒരു സമൂഹമാണ് മലയാള സമൂഹം. അതിലെ പുസ്തക രൂപേണ ഇതുവരെയും വായിച്ചിരുന്നെങ്കിൽ ഇന്ന് കർത്താവിൻ്റെ ആശ്രയം ഞാൻ ബഹുമാനിക്കുന്ന ഇത് കേട്ടപ്പോൾ വലിയ ബഹുമാനം തോന്നി. ആദ്യമായിട്ട് മലയാളത്തിൽ ഒരു ആഡിയോ ബൈബിൾ ഇറക്കുവാനുമായി ദേവദാസനെ വളരെ പണം ചിലവാക്കി, സമയങ്ങൾ ചിലവാക്കി ഇത് കൊണ്ടുവരുവാനിടയായി. അതുമാത്രമല്ല, ഇത് ഇറക്കുന്നതിന് മുമ്പ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് കേൾക്കുന്നുണ്ട്. സ്റ്റുഡിയോ തന്നെ തീയെത്തി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനിടയായി. കാരണം ഇത് വലിയൊരു കാര്യം ചെയ്യാനായിട്ട് പോവുകയാണ്. അനേക ജനങ്ങളുടെ മധ്യത്തിൽ ഈ സ്റ്റുഡിയോ വലിയ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് കർത്താവായ ദൈവം ഈ സ്റ്റുഡിയോയിൽ കൂടെ അനേക കാര്യങ്ങൾ അനുഭവിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിച്ചു ഈ സ്റ്റുഡിയോ പ്രകാശിക്കുക തിരുക്കരങ്ങളിലേക്ക്. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഞങ്ങൾ ലഭിച്ചതായ ഈ ഭാഗ്യ പദവിക്കായ സ്തോത്രം. മലയാളക്കരയിലെ ദൈവജനങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതലങ്ങെ സേവിക്കുവാനും ആരാധിക്കുവാനും നിന്റെ മക്കൾക്ക് നൽകിക്കൊടുത്ത ഭാഗ്യത്തിനായ സ്തോത്രം. ഇന്ത്യയിലെ മറ്റെല്ലാ സ്റ്റേറ്റുകളെക്കാൾ അധികമായി ദൈവത്തെ സ്നേഹിക്കുന്നതായ ഒരു തലമുറയെ കർത്താവ് മലയാള ദേശത്ത് ഒരുക്കിയതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനേക സംരംഭങ്ങൾ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി ആ കർത്താവെ മലകരയിലെ ദൈവജനങ്ങൾ ഇതുവരെ ചെയ്തപ്പോൾ നന്ദിയോട് ഞങ്ങൾ ഓർക്കുന്ന കർത്താവെ, ഇതുപോലെ കാലം അതിന്റെ ഒരു പടിയോടെ മുമ്പോട്ട് ഇറങ്ങി കർത്താവെ വഴിയായ കർത്താവെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവ് പതിക്കുവാൻ കൊണ്ടുമാറി ജനങ്ങൾ ലഭ്യമായിട്ടുള്ളതായ ആധുനിക സഭകൾ ഉപയോഗിച്ച് കർത്താവെ ജനങ്ങൾ കൊടുക്കുവാൻ കൊണ്ടുമായി ഞങ്ങളുടെ ദാസൻ പാശ്രയിച്ചവர்களെ നീ ബലപ്പെടുത്തിയതായ നന്ദിയോടെ സ്തോത്രം. ഇന്ന് മുതൽ കാലം ഞങ്ങളെ സേടി പ്രാർത്ഥിച്ച് തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രകാശനം ചെയ്യുമ്പോൾ ഇത് അനേക ജീവിതങ്ങളിൽ കർത്താവ് വ്യത്യാസം ഉണ്ടാകുന്നതായ ഒരു അനുഭവമായിട്ട് മാറേണ്ട കർത്താവെ സ്തോത്രം. തിരുക്കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുക. ഈ കർത്താവെ ആഡിയോ CD കാസറ്റ് കർത്താവെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തില് അവരുടെ നാമമഹത്വത്തിനെ പ്രതിഷ്ഠിക്കുന്ന കർത്താവെ സകല നന്മകളാലും കൃപകളാലും നിറച്ചാട്ടെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് യേശുവിൻ നാമത്തിൽ പിതാവേ. കർത്താവിന്റെ ദാസന്മാരുടെ വലിയൊരു സാന്നിധ്യം ഉള്ളപ്പോൾ തന്നെ പിതാവായ ദൈവത്തിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലെ ഈ സമർപ്പമാകുന്ന ആഡിയോ ബൈബിൾ അതിന് സത്യവേദപുസ്തകവും കഴിഞ്ഞും പുതിയതുമാകുന്നതായ MP3 CD-യെ കർത്താവിന്റെ നാമത്തിൽ പ്രകാശനം ചെയ്തുകൊണ്ട് കർത്താവിന്റെ ദാസൻ ക്രിസ്ത്യൻ നൽകിക്കൊണ്ട് ഈ ശുശ്രൂഷ ചെറിയൊരു കാര്യങ്ങൾ നമ്മൾ ചെയ്തത്. കാരണം ഞാൻ വേറെ വേഗത്തിൽ തന്നെ ഓരോന്ന് കാര്യങ്ങൾ ബാക്കി പറയാം. We cannot please God without faith. How does faith comes? Faith comes by hearing and by hearing the word of God. Habakkuk ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, chapter 2 verse 1. The just shall live by his faith. Faith comes by hearing the word of God. So I really thank the Lord God Almighty for this wonderful. This progression is born of the Spirit. Nobody can stop. As we were sitting here, I see this CD is going to go spread all over the world. Wherever there is Malayalis, there will be in their hand. From Nigeria,
African countries, United States, throughout the UK, all over the world. You'll be just amazed, you'll be surprised how many nations is going to reach 100 people. I mean, within the next 10 years. May I take this opportunity to congratulate Pastor Renzi, who he responded to the call of God on his life, over and above on the basis of pastorship. And I thank the Lord for this day.